കൊട്ടിയൂർ ഉത്സവം എന്ന് പറയുമ്പോൾ എൻ്റെ എല്ലാം ചെറുപ്പകാലത്ത് എൻ്റെ അച്ഛൻ എല്ലാ വർഷവും കൊട്ടിയൂർ പോയി അവിടുത്തെ പ്രസാദവും അതുപോലെ അവിടുത്തെ ഓടപ്പൂവും കൊണ്ടുവരുന്ന ഒരു കാഴ്ച ഓർമ്മയാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പോയിട്ടില്ല. ഞാൻ ആകെ 2 പ്രാവശ്യം വീട്ടിലും, ഒന്ന് ഒരു ഷൂട്ടിനും പിന്നെ ഒരു പ്രാവശ്യം തൊഴാനും പോയി. പിന്നെ പോകുന്നതാണ് ഞാൻ ഈ പ്രാവശ്യം ഇന്ന് പോകുന്നത്. അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയേണ്ടത്, അത്ഭുതം എന്ന് പറഞ്ഞാൽ മഹാത്ഭുതം തന്നെയാണ്. ഇവിടെയൊക്കെ പോകാൻ കഴിയുക, ഇവിടെയൊക്കെ കാണുക, ഇത്രയും അടുത്ത് ഇങ്ങനെ കാണാനും ഒക്കെ കഴിയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇന്നലെ വരെ വന്നാൽ ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ട് കാണാൻ പറ്റില്ല. എന്തായാലും ഉച്ചശീവേലിയൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു നല്ലൊരു കാഴ്ചയും ഭക്തി നിർഭരമായ കാഴ്ചയും കണ്ട് മനം നിറഞ്ഞിട്ട് തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാനിത് കൊട്ടിയൂരാണുള്ളത്. അക്കരെ കൊട്ടിയൂരിൻ്റെ കവാടത്തിൻ്റെ തൊട്ട മുന്നിലാണുള്ളത്. ഇന്ന് ജൂൺ 21 ഞായറാഴ്ച. അപ്പോൾ ഇന്നലത്തോടു കൂടി സ്ത്രീകൾക്കുള്ള പ്രവേശനവും അതുപോലെ ആനയും ഒക്കെ ഇവിടുന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാഴ്ച ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഞാൻ വേറെ വോയിസ് ഓവറൊന്നും കൊടുക്കുന്നില്ല. നാച്ചുറലായിട്ട് കിട്ടുന്ന ആ ഒരു കാഴ്ച മാത്രമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് അക്കരെ കൊട്ടിയൂർ അവിടെ പോയി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അക്കരെ കൊട്ടിയൂർ പോകുന്ന ഒരു കാഴ്ച, അതുപോലെ തന്നെ അക്കരെ കൊട്ടിയൂർ എന്തൊക്കെയാണ് ഇന്നത്തെ ആ ഒരു അവസ്ഥ എന്നൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇന്ന് എന്തായാലും പുരുഷന്മാർ മാത്രമാണ്. അപ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് കാണാം. അതൊരു എനിക്കൊന്ന് വല്ലാത്തൊരു കാഴ്ച തന്നെയായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ കാഴ്ച കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഒന്ന് അക്കരയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് മുതൽ ആന ഉണ്ടാവില്ല. എന്തായാലും 24-നാണ് സമാപനം. ഇന്ന് മുതൽ ആന ഉണ്ടാവില്ല. അതുപോലെ എന്താ പറഞ്ഞത്, ചതുശതം എന്ന് പറഞ്ഞാൽ ഇനി മുതൽ അങ്ങോട്ട് ചതുശതം ആണ്. അതായത് നിഗൂഢ പൂജകൾ. അതിൻ്റെ കുറച്ച് അറിയുന്ന ആളാണ് ഇത്. എൻ്റെ കൂടെ ഒന്നും കാണുന്ന ആൾ കണ്ടില്ലേ. ഒരു അതുപോലെ ഇന്നലെ ശനിയാഴ്ച രാത്രി നല്ലൂരാൻ സ്ഥാനികന്മാരുടെ കലം വരവ്. ആ കാഴ്ചയിൽ എന്തായാലും നിങ്ങൾ പല വീഡിയോയിലൂടെയും കണ്ടിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ കാഴ്ച നമുക്ക് കണ്ടിട്ട് വരാം. ഓം നമ ശിവായ എന്ന് ഉരുവിട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ കാണാം. അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്കും പോകാം. ഞാനും കണ്ണൂർക്കാരനാണ്. പക്ഷെ ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് 2 പ്രാവശ്യമാണ് പോയത്. അത് ഒരു പ്രാവശ്യം പോയത് ഷൈൻ്റെയും ബിനീഷിൻ്റെയും കൂടെ അങ്ങനെ പോയി. അതേപോലെ തന്നെ 2ാമത്തെ പ്രാവശ്യം ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിന് പോയി. അന്ന് അമ്പലത്തിലെ അകത്തൊന്നും പോയിട്ടില്ല. ഈ റോഡിൽ അവിടെയായിരുന്നു ഷൂട്ട്. അങ്ങനെ ഷൂട്ട് അവിടെ നിന്ന് കഴിഞ്ഞു. എന്തായാലും ഇന്നലത്തേനോടുകൂടി സ്ത്രീകൾക്ക് പ്രവേശനം നിർത്തി. അപ്പോൾ ഇവിടെ പോകുമ്പോൾ ശരിക്കും സ്ത്രീകളും ഒക്കെ വേണം. അങ്ങനെ എല്ലാവരും കൂടിയിട്ടാകുമ്പോഴാണ് ഒരു കൂടുതൽ മനോഹരം. അതേപോലെ തന്നെ ഒരുപാട് പുറത്തുള്ള ജനങ്ങൾ, കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ചേർത്തല, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന്, തിരുവനന്തപുരം അങ്ങനെയൊക്കെ. അപ്പോൾ ഈ കല്ല് ഉരച്ചിട്ട് ചന്ദനം ഉണ്ടാക്കുമെന്ന് നമ്മളും കേട്ടിട്ടേ ഉള്ളൂ. നമ്മളും ഉരച്ച് ചന്ദനം ഉണ്ടാക്കി. സ്മെല്ലുണ്ടാവില്ല എന്നേ ഉള്ളൂ. ഓരോ കല്ലിനും ഓരോ കളറാണ് കേട്ടോ. ഇതിനൊരു ഗ്രേ കളറാണ് ഇതിൻ്റെ ചന്ദനമായിട്ട് വന്നത്. പിന്നെ ഇന്നത്തെ കാഴ്ച നമുക്ക് കാണാം അല്ലേ, ഇന്നത്തെ അവസ്ഥ എന്താണെന്ന്. ഇവരൊക്കെ കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുള്ള ആൾക്കാരാണ്. അതുപോലെ ഒരുപാട് കർണാടകക്കാരാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇന്നും തിരക്കൊഴിഞ്ഞിട്ടും കർണാടകക്കാരുടെ തിരക്ക് തന്നെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഞാൻ മുൻപ് പോയ സമയത്തുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ കല്ല് പാവിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് 2 സൈഡിലും മുളയിങ്ങനെ ചെടിയായിട്ട് മാറിയിട്ട് അതിൻ്റെ ഇടയിലേക്ക് കൂടി നല്ല ഞെളുപ്പ് നിലത്തൂടെ ഇവിടെ ഉള്ള യാത്രയായിരുന്നു. അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഈ കാണുന്ന സ്ഥലത്തൂടെയെല്ലാം പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ 2 സൈഡും മുള ഇങ്ങനെ വന്നിട്ട് ചെടിയായിട്ട് മറിഞ്ഞിട്ട് നല്ല തണലും നല്ല തണുപ്പും, അതേപോലെ തന്നെ നിലവും നല്ല വെള്ളത്തോടു കൂടിയുള്ള നിലമാണ്. പ്രത്യേക ഒരു ഭക്തിയാണ്. ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാതെ. അപ്പോൾ ഇന്നലെയൊക്കെ ഇവിടെയുള്ള തിരക്കെന്തോന്നായിരുന്നു, അട്ടിക്കാന്ന് ക്യൂ. അല്ലാതെ ഓരോരാൾ ബാക്ക് അങ്ങനെ നിന്നിട്ടുള്ള ക്യൂ അല്ല, അട്ടി. അപ്പോൾ ഇവിടെ ഫുള്ള് ക്യൂ ആയിരുന്നു. അപ്പോൾ നമ്മളിതാ അമ്പലത്തിലെത്താൻ പോകുന്നു. അമ്പലത്തിൽ തിരുവഞ്ചിറ
തിരുവഞ്ചിറയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നും ഭയങ്കര തിരക്കാണ്. ഈ പാലത്തിൻ്റെ മുകളിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു തിരക്കല്ല ഇവിടെ കാണുന്നത്. പാലത്തിൻ്റെ മുകളിൽ അട്ടിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്നെ എന്തിനാണ് ഈ കാണിക്കുന്നതെന്ന് വിചാരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും കൂടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ തെളിവാണ് എന്നെയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണല്ലോ. അപ്പോൾ ഈ ഒരു ക്യൂ എന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര ചൂടുമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ്. പിന്നെ അവിടെ ശയന പ്രതിഷ്ഠണം അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരാളെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിന് താഴെ പോയിട്ട് നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ കാണുന്നവർക്കും അതുപോലെ സ്പെഷ്യലായിട്ട് എനിക്ക് 1-2 പേർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ കൂടിയാണ് പോയത്. കണ്ടില്ലേ, അട്ടിയായിട്ട് ക്യൂ കണ്ടില്ലേ? ഇത് ക്യൂ എന്നല്ല പറയുക അല്ലേ, ജനക്കൂട്ടം. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഇവിടെ പോയി അനുഭവിച്ചതാണ്. ഇവിടെയൊക്കെയാണ് ഭക്തി. ഇതിപ്പോൾ ഞാൻ താഴെ എത്താറായിട്ടുണ്ട്, സ്വയംഭൂവിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ സ്വയംഭൂവിലേക്ക് കയറുന്ന ആ ഒരു വെള്ളത്തിൻ്റെയും അതുപോലെ എൻ്റെ കാല് അവിടെ കുളിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലുള്ള മൊത്തം ഏറ്റവും കൂടുതൽ കർണാടകക്കാരാണ്. അപ്പോൾ ആ സ്വയംഭൂവിലേക്ക് ഞാൻ എത്തി. അവിടെ കാല് വെച്ച് പിന്നെ അതിനപ്പുറം വീഡിയോ എടുക്കാൻ, ഇവിടെയും വീഡിയോ എടുക്കാൻ പെർമിഷനൊന്നും ഇല്ല. പക്ഷെ എന്നാലും എന്തോ ഭാഗ്യത്തിന് ദൈവത്തിൻ്റെ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് എടുക്കാൻ പറ്റിയതാണ്. ഒരുപാട് സന്തോഷം. ഒന്നാമത് സന്തോഷം എന്ന് പറയുന്നത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാണ്ട് മറ്റുള്ളവർക്ക്, ഭൂമിയിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അപ്പം അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സുഖം. പിന്നെ അങ്ങനെയുള്ളൊരു അന്തരീക്ഷം കണ്ടില്ലേ, 4 മലകൾ. പിന്നെ ഇതിൻ്റെ ഐതിഹ്യമൊന്നും എനിക്ക് പറയാനേ പറ്റില്ല. കാരണം ഇത് പഠിക്കാതെ ഐതിഹ്യം പറയാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. എനിക്കാണെങ്കിൽ ഐതിഹ്യം അങ്ങനെ എല്ലാം മറന്നു പോകുന്നതുകൊണ്ട് പഠിച്ചാൽ അങ്ങനെ നിൽക്കുകയില്ല. അപ്പോൾ എല്ലാവരും ഇത്രയും അടുത്ത് ഇങ്ങനെയുള്ള കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ഒരു പുതിയ അനുഭവം തന്നെയല്ലേ. കാരണം ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവർ കർണാടകക്കാരാണ്. ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത്രയും വ്യക്തമായിട്ട് ഇത്രയും അടുത്ത് പോയിട്ട് വീഡിയോസ് എടുത്ത് ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടാവും ഇല്ലല്ലോ. അപ്പോൾ ഇത് വലിയൊരു ഭാഗ്യമാണ്. നമ്മൾ ക്ഷേത്രത്തിൽ അമ്പലത്തിൽ എത്താൻ പറ്റാത്തവർക്ക്, ദൂരെയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ എല്ലാം കാണുമെന്ന് പറഞ്ഞാൽ അത് വീഡിയോ കാണിക്കാൻ പറ്റിയതിലും എനിക്കും ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ഓം നമ ശിവായ ചൊല്ലി എല്ലാവരുടെയും പ്രശ്നങ്ങളും എല്ലാം മാറട്ടെ. ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയേണ്ടത്, പൈസ മാത്രമൊന്നുമല്ല, മാനസിക സുഖമാണ്. അപ്പം എല്ലാവർക്കും മാനസിക സുഖം ഉണ്ടാകട്ടെ. പിന്നെ എൻ്റെ നെറ്റിയിൽ ചന്ദനം കണ്ട, ചന്ദനം പൊതുവേ ഞാൻ ചന്ദനം വെച്ചാൽ 1 മണിക്കൂർ പോലും എൻ്റെ നെറ്റിയിൽ നിൽക്കില്ല. പക്ഷേ ഇത് അവിടുന്ന് തൊട്ട് സ്വയംഭൂവിൽ നിന്ന് കിട്ടിയ ആ ചന്ദനമാണ്. അവിടുന്ന് തൊട്ട് എൻ്റെ വീട്ടിലെത്തി രാത്രി ഞാനിങ്ങനെ കുളിക്കാൻ നോക്കുമ്പോഴാണ് ആ ചന്ദനം പോയത്. അതുവരെ ഉണ്ടായിരുന്ന ചന്ദനം. എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഇത്രയും കാലം ഈ വയസ്സിലിടയ്ക്ക് ഇങ്ങനെ ചന്ദനം എൻ്റെ നെറ്റിയിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. അതും വലിയൊരു സത്യമല്ലേ. അപ്പോൾ ഇതിലെ പോയിട്ട് അങ്ങനെ നല്ല ടൈമുണ്ടാ? ടൈമില്ല, 2-3 മണി വരെ ഉണ്ടാവും. അതല്ലേ. ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ കയ്യാലകളാണ്. കയ്യാലകൾ എന്ന് പറയുമ്പോൾ ഓരോ സ്ഥാനികന്മാരുടെ, ഓരോ ദേശത്തിൻ്റെ സ്ഥാനികന്മാരുടെയാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ ഐതിഹ്യം എന്നറിയില്ല. പക്ഷേ ഒരുപാട് കയ്യാലകളുണ്ട്. ഇതൊക്കെ ഉത്സവം കഴിയുന്നതോടുകൂടി ഇവിടുന്ന് ഒക്കെ അപ്രത്യക്ഷമാകും. അപ്പോൾ ഈ ഒരു കാഴ്ചയിലെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിന് മൊത്തം ചുറ്റോടുണ്ട് ഈ കയ്യാല. ഇതെല്ലാം വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. നമ്മൾ ഇത്രയും ദൂരെ നിന്ന് ആൾക്കാർ വരുന്നത്, കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കാനയിൽ നിന്നൊക്കെ വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു അത്ഭുതം കൊണ്ട് തന്നെയാണ്.
അപ്പോൾ എന്തായാലും എല്ലാവരും കാഴ്ച കാണുക. എല്ലാവർക്കും സർവ്വ ഐശ്വര്യം ഉണ്ടാവും. ചരിത്രം എനിക്ക് മൊത്തം അറിയുന്നതുകൊണ്ട് പ്രശ്നമില്ല അല്ലേ? എനിക്കിങ്ങനെ ചരിത്രം ഒന്നും അറിയില്ല പറയാൻ. അങ്ങനെ ഈ വലിയ വലിയ കൊടയില്ലേ, ആ അത് ഇതിനെ ഉത്സവത്തോടെ അനുബന്ധിച്ചിട്ടാണ് ആ കൊട വരവ്. ആ കാണുന്നു. ആ വലിയ കൊട അത് എടുത്തിട്ട് നടന്നിട്ട് കൊണ്ടുവരുന്നതാണ്. ആ അത് അതിൻ്റെ എല്ലാം ഒരു സ്ഥാനികന്മാരുണ്ട്, ആ അവരാണ് ഈ കൊട വെച്ച് കൊണ്ടുവരുന്നത്. ആ അത് ഇതാണ് അമ്മാറക്കല്ല്. അമ്മാറക്കല്ലേക്കുള്ളതാണ് ഇതിനെ ഒരു സ്ഥാനികം കൊണ്ടുവരുന്നത്. ഈ കാണുന്നു അല്ലേ? ഇത് അമ്മാറക്കല്ല്. അതിനാണ് കൊട ആ നേരെ കൊണ്ടുവന്നതാണ്. ആ ഇത് ഉച്ചശീവേലിക്കുള്ള തയ്യാറെടുപ്പാണ്. ഇതൊക്കെ നേരിട്ട് കാണുമെന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ വന്നവർക്ക് ഇതൊന്ന് ഇത്രയും സൗകര്യമായിട്ട് കാണാൻ പറ്റില്ലല്ലോ. എന്തായാലും നമുക്ക് വലിയ ഭാഗ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും വലിയ ഭാഗ്യം തന്നെയാണ്. ഇങ്ങനെ ഇത്രയും ക്ലിയറായിട്ട് നമുക്ക് കാണാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അത്രയും തിരക്കായിരുന്നില്ലേ? എത്ര ലക്ഷം ആൾക്കാരാണ് വന്ന് പോയത്. എങ്ങനെ വരാതിരിക്കും? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോരാളും അടുത്ത ആളോട് പറഞ്ഞിട്ട് ഇവിടുത്തെ അനുഭവം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു നമുക്കുണ്ടാകുന്ന അനുഭവവും അനുഭൂതിയും ഒക്കെ മറ്റ് ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ എന്തായാലും ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ഇന്ത്യൻ്റെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും വന്നതായിട്ട് കണ്ടു. ഓരോരാളുമായിട്ട് സംസാരിച്ച് നോക്കുമ്പോൾ അവരൊക്കെ പല നാട്ടിലുള്ള ഇന്ത്യൻ്റെ തന്നെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ കണ്ടിരുന്നു. എല്ലാവർക്കും സർവ്വ ഐശ്വര്യം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഈ വീഡിയോ കാണുന്നവർക്ക് അതിൽ കൂടുതൽ ഐശ്വര്യം ഉണ്ടാകട്ടെ. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും, ഒരു മനുഷ്യനും എത്ര നല്ലവനാകട്ടെ എത്ര ദുഷ്ടന്മാരാകട്ടെ ഒരു മനുഷ്യനും മോശം ഉണ്ടാവാൻ പാടില്ല. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ശാന്തിയും സമാധാനവും സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധവും നേർന്നു കൊള്ളട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക.
ഇല്ല കുറച്ചങ്ങ് ഇല്ല ഒറ്റക്ക ഇല്ല നിങ്ങളെപ്പോ ഉണ്ടായിന് നമ്മൾ കുറച്ച് സമയമായി അല്ല നമ്മൾ എന്നാ ശരിയാ ഇതിനെ കാണാം ആ ടൈമില് കട്ടിവെക്കുന്നതിൻ്റെ ഐതിഹ്യം എന്താണെന്നൊന്നും അറിയില്ല. ഇവിടെ നിറച്ചും ഈ ആൽമരത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കല്ല് കെട്ടി വെച്ചിട്ടുണ്ട്. ഓരോ കാര്യം സാധിക്കാനും അതുപോലെ ഓരോ എന്താ പറയേണ്ടത് പ്രാർത്ഥനകൾ സഫലമായതിൻ്റെയൊക്കെ ആയിരിക്കാം. എന്തായാലും നല്ലൊരു കാഴ്ചയും അനുഭവം തന്നെയാണ്. കണ്ട അരയാലിൻ്റെ ഉണ്ടക്കാണിത്. നടുവേദന എല്ലിന്റെ നിർമ്മാണത്തിന്റെ വേദനകളോ ആക്കുന്ന മുമ്പ് കണ്ടിരുന്നു അല്ലേ ആ ഇപ്പം ഇനിയിപ്പോൾ ആക്കൂല്ലോ എല്ലാം കഴിഞ്ഞില്ലോ അല്ലേ ആ അതെ അതെ. അങ്ങനെ പ്രിയപ്പെട്ടവരെ അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും ഒക്കെ കണ്ട് ആ ഒരു കാഴ്ച അതിമനോഹരമായ കാഴ്ച അതുപോലെ തന്നെ ശരിക്കിത് എന്താ പറയേണ്ടത് അനുഗ്രഹം തന്നെയാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണാനും. പിന്നെ നമുക്ക് ഇന്നത്തെ ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാവർക്കും എന്താ പറയേണ്ടത് ഉച്ചശീവേലിയും ഒക്കെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഇത് തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതായത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. എല്ലാവർക്കും നല്ല അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ കണ്ട് എല്ലാവരും ഓം നമ ശിവായ ചൊല്ലി ഈ വീഡിയോ കാണണം. അതുപോലെ തന്നെ ലാസ്റ്റ് ഘട്ടവും ഓം നമ ശിവായ ചൊല്ലിയിട്ട് അവസാനിപ്പിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഞാൻ അപ്പം എന്നോട് പറഞ്ഞേ